തിരുവൈക്കത്തപ്പ ശ്രീ മഹാദേവ, എന്നെയും എൻ ദുഃഖത്തെയും നിന്നിലർപ്പിക്കുന്നു. തിരുവൈക്കത്തപ്പ. എല്ലാവർക്കും നമസ്കാരം. സിന്ധു ഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു അരുൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാണിയമ്മ പാടിയ പഴയ ഒരു ശിവഭക്തിഗാനത്തിൻ്റെ നൊട്ടേഷനോടുകൂടി പഠിക്കാം. തിരുവൈക്കത്തപ്പ ശ്രീ മഹാദേവ എന്ന ഗാനമാണിത്. വളരെ ഫീൽഫുള്ളായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗാനമാണ്. വാണിയമ്മയുടെ മധുരതരമായ ശബ്ദത്തിൽ കേൾക്കാൻ വളരെ ഇമ്പമുള്ള ഒരു ഗാനമാണിത്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ആർ കെ ദാമോദരൻ, സംഗീതം കൊടുത്തിരിക്കുന്നത് ദേവരാജൻ മാഷുമാണ്. ഈ ഗാനം ഇതിൻ്റെ പല്ലവിയൊക്കെ ബേസിക്കലി പറയുകയാണെങ്കിൽ നടഭൈരവിയിലാണ് ചെയ്തിരിക്കുന്നത്. നടഭൈരവി 20ാമത്തെ മേളകർത്ത രാഗമാണ്. എന്നിരുന്നാലും അനുപല്ലവി ചരണം, അതിൻ്റെ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും ആദ്യത്തെ പോർഷൻസ് എല്ലാം നടഭൈരവിയുടെ ജന്യരാഗമായ ഹിന്ദോളത്തിൻ്റെ കുറേ ഛായയും ഹിന്ദോളത്തിൻ്റെ സ്വര പാറ്റേൺസൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നടഭൈരവിയുടെ ആരോഹണാവരോഹണം പാടി നോക്കാം. സരി ഗ മ പ ദ നി സ സ നി ധ പ മ ഗ രി സ. ഷഡ്ജവും പഞ്ചമവും കൂടാതെ ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധ ധൈവതം, കൈശികി നിഷാദം എന്നിവയാണ് നടഭൈരവിയുടെ സ്വരങ്ങൾ വരുന്നത്. നമുക്ക് പാട്ടിലേക്ക് കടക്കാം. തിരുവൈക്കത്തപ്പ ശ്രീ മഹാദേവ, തിരുവൈക്കത്തപ്പ പദനി സരി, തിരുവൈക്കത്തപ്പ സരി, തിരുവൈക്കത്തപ്പ പദനി സരി സരി, ശ്രീ മഹാദേവ നിസനി ദദ ബബ, ശ്രീ മഹാദേവ എന്നെയും എൻ ദുഃഖത്തെയും പാദദവമ ദവപമ, എന്നെയും എൻ പാദദവപമ ദുഃഖത്തെയും മപദവമഗ, ദുഃഖ മപ മപദവമഗ, എന്നെയും എൻ പാദദവപമ ദുഃഖത്തെയും മാപദവമഗ ദവമഗ, ദുഃഖത്തെയും നിന്നിലർപ്പിക്കുന്നു. നിന്നിലർപ്പി മാപ, നിന്നിലർപ്പി ധനിത പമമാപ്പുന്നു, എന്നെയും എൻ ദുഃഖത്തെയും നിന്നിലർപ്പിക്കുന്നു. പല്ലവി അത്രയേ ഉള്ളൂ. സെക്കൻഡ് ടൈം പാടുമ്പം ചെറിയൊരു വ്യത്യാസം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒന്നുകൂടെ പാടാം. തിരുവൈക്കത്തപ്പ ശ്രീ മഹാദേവ, എന്നെയും എൻ ദുഃഖത്തെയും നിന്നിലർപ്പിക്കുന്നു. തിരുവൈക്കത്തപ്പ. രണ്ടാമത് പാടുമ്പം ആ എന്നുള്ള തിരുവൈക്കത്ത, അതിന് ചെറിയൊരു അനക്കം വരുന്നുണ്ട്. തിരുവൈക്കത്തപ്പ പദനി സരി, ജസ്റ്റ് ഒന്നൊരു പുഷ് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ട് മേളിലത്തെ സ്വരത്തിലേക്ക്, അതായത് ചതുശ്രുതി ഋഷഭവും സാധാരണ ഗാന്ധാരവുമാണ്. അപ്പം ഒന്ന് ഋഷഭം ഒന്ന് പുഷ് ചെയ്യുമ്പം ഗാന്ധാരത്തിൻ്റെ പ്ലേസിലേക്ക് പോകുന്നു. അപ്പം തിരുവൈക്കത്തപ്പ ശ്രീ മഹാദേവ, അവിടെയൊന്നും വ്യത്യാസം വരുന്നില്ല. എന്നെയും അവിടെ എന്നെ എന്നുള്ള അക്ഷരത്തിന്, അതായത് ആദ്യം പ്ലെയിൻ ആയിരുന്നു. എന്നെയും
എന്നുള്ളത് എന്നെയുമെൻ പാരിത എന്നെ പാരിത എന്നെയുമെൻ ദുഃഖത്തെയും നിന്നിലർപ്പിക്കുന്നു തിരുവൈക്കത്തപ്പാ. അങ്ങനെ പാടി നിർത്തും. അത്രയാണ് പല്ലവി വരുന്നത്. സെക്കൻഡ് സംഗതി ഒന്നുകൂടെ പാടാം. സെക്കൻഡ് ആ വ്യത്യാസം വരുന്നത് തിരുവൈക്കത്തപ്പാ ശ്രീ മഹാദേവ എന്നെയുമെൻ ദുഃഖത്തെയും നിന്നിലർപ്പിക്കുന്നു തിരുവൈക്കത്തപ്പാ. അങ്ങനെ പാടി പല്ലവി നിർത്തുന്നു. നമുക്ക് അനുപല്ലവി നോക്കാം. നിന്റെ പഞ്ചാക്ഷരം ഒരു കഴിച്ചെന്നുമെൻ സ്വർണപ്രഭാതം ഉണരും. അപ്പം അവിടെ വരുമ്പോഴത്തേക്കാണ് ഹിന്ദോളത്തിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിന്റെ പഞ്ചാക്ഷരം ജസ്റ്റ് ഒരു വളവ് വരുന്നുണ്ട്. നിന്റെ പഞ്ചാക്ഷരം രം ഒരു കഴിച്ചെന്നുമൻ നിന്റെ പഞ്ചാക്ഷരം ഒരു കഴിച്ചെന്നുമൻ സ്വർണപ്രഭാതം സ്വർണപ്രഭാതം. ആദ്യത്തേന് അത്രയേ ഉള്ളൂ. സ്വർണപ്രഭാതം ഉണരും. അവിടെ ഹിന്ദോളം ആ ഒരു ഹിന്ദോളത്തിൻ്റെ ടച്ചാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഋഷഭമോ പഞ്ചമമോ അവിടെ വരുന്നില്ല. സ്വർണപ്രഭാതം സ്വർണ ദരിദ്ര പ്രഭ മമഗ സ്വർണപ്രഭ ദരിദ്ര മമഗ തം മഗസ ഉണരും ഗമമ. അപ്പം പല്ലവി സമത്തിൽ വരുന്നു. അനുപല്ലവി തുടങ്ങുന്നത് 3 അക്ഷരം തള്ളി വരും. നിന്റെ പഞ്ചാക്ഷരം ഒരു കഴിച്ചെന്നുമെൻ സ്വർണപ്രഭാതം ഉണരും. അതിൻ്റെ രണ്ടാമത് വരുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നത് നിന്റെ പഞ്ചാക്ഷരം ഒരു കഴിച്ച് ഒരു കഴി. അവിടെ ആ ഴി എന്നുള്ള അക്ഷരത്തിന് ഒരു പുഷ് കൊടുക്കുന്നുണ്ട്. ഒരു കഴി നിസ നിരിസ എന്ന് വരും. ആദ്യം വന്നത് നിസ നിസയായിരുന്നു. ഇത് നിസ നിരിസ. നിന്റെ പഞ്ചാക്ഷരം ഒരു കഴിച്ചെന്നുമൻ സ്വർണപ്രഭാതം. ആ പ്രഭാതത്തിൻ്റെ തമ്മിനും വ്യത്യാസം വരുന്നുണ്ട്. സ്വർണപ്രഭാതം ദമഗസ ദമഗസ. ആദ്യത്തേന് മഗസയായിരുന്നു. ഇത് കുറച്ചുകൂടെ ഒന്നുകൂടെ മുകളിൽ നിന്ന് താഴേക്ക് വരും. സ്വർണപ്രഭാതം ഉണരും. നിന്റെ പഞ്ചാക്ഷരം ഒരു കഴിച്ചെന്നുമെൻ സ്വർണപ്രഭാതം ഉണരും. നിന്റെ പുഷ്പാഞ്ജലി കണ്ടുകൊണ്ടെന്നോടെ നിന്റെ പുഷ്പാഞ്ജലി മഗമദ കണ്ടു
അപ്പം വർണ്ണപ്രദോഷം വരെ ഹിന്ദോളത്തിൻ്റെ ആ ഒരു സ്വര പാറ്റേൺസാണ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് നടഭൈരവിയിലേക്ക് കയറുന്നത്. നിന്റെ പുഷ്പാഞ്ജലി കണ്ടുകൊണ്ട് എന്നോട് വർണ്ണപ്രദോഷം വിടരും ശംഭോ കരുണാ സിന്ധു. അടുത്ത വരി വരുന്നത് ശംഭോ സഗ കരുണ കരുണ റിമധരി സരി കരുണ സിന്ധു നീനിരി 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 ശംഭോ കരുണ സിന്ധു ഈ ശരണാഗതയിൽ കനിയോ ശരണ നിസരിസ ശരണാഗത നിസരിസ നിദദ ശരണാഗത ഇദരിസ കനിയോ സബാബ ശംഭോ കരുണാ സിന്ധു ഈ ശരണാഗതയിൽ കനിയോ. അത്രയാണ് അനുപല്ലവി വരുന്നത്. പിന്നെ പല്ലവിയിലേക്ക് പോകും. ചരണവും ഇതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്നിലെ മോഹം വ്രതമെടുത്തെത്രയോ സോമവാരങ്ങൾ പുലർന്നു. സെയിം നൊട്ടേഷൻ തന്നെ. ഈ അതിൻ്റെ സെക്കൻഡ് ടൈം വരുമ്പോഴത്തേക്ക് എന്നിലെ മോഹം മോഹം നല്ലൊരു കർവ് വരുന്നുണ്ട്. മോഹം എന്ന് പറയുന്നുണ്ട്. നീരിമ നീ കഴിഞ്ഞിട്ട് മധ്യമത്തിലേക്ക് വരുന്നു. എന്നിലെ മോഹം വ്രതമെടുത്തെത്രയോ ആ ഡൂല് ഒരു രണ്ടാമത് പാടുമ്പോൾ ഡു എന്ന അക്ഷരത്തിന് വ്രതമെടു ഡു ചെറിയൊരു പുഷാമേളിൽ വന്ന പോലെ തന്നെ, അനുപല്ലവിയിൽ വന്ന പോലെ തന്നെ ആ ഒരു കറക്റ്റ് ആ ഒരു മീറ്ററിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു അക്ഷരത്തിൽ ചെറിയൊരു പുഷ് കൊടുക്കുന്നു. എന്നിലെ മോഹം വ്രതമെടുത്തെത്രയോ സോമവാരങ്ങൾ പുലർന്നു. അതാ അനുപല്ലവിയിൽ വന്ന ആ വ്യത്യാസം. സ്വർണ്ണപ്രഭാതം തം അതേ സെയിം തന്നെ. സോമവാരങ്ങൾ പുലർന്നു. അടുത്ത വരി വരുന്നത് ആ അനുപല്ലവിയിൽ വന്ന അതേപോലെ തന്നെ. അഭിശബ്ദ ജീവിത സഞ്ചര ഭൂമിയിൽ അവിടെയെല്ലാം ജസ്റ്റ് ഒരു കർവ്, അത് ഓൾമോസ്റ്റ് അനുപല്ലവിയിലുണ്ട്. അതേപോലെ തന്നെ അഭിശബ്ദ ജീവിത സഞ്ചര ഭൂമിയിൽ അംഗം വെട്ടി ഞാൻ തളർന്നു ശംഭോ കാവൽ ബന്ധു ഈ ശരണാഗതയിൽ കനിയോ തിരുവൈക്കത്തപ്പ. അങ്ങനെ പല്ലവിയിലേക്ക് പോകുന്നു. ഇപ്പോൾ അനുപല്ലവിയും ചരണവും ഓൾമോസ്റ്റ് സെയിം നൊട്ടേഷൻ തന്നെയാണ്. ഇതിൻ്റെ പല്ലവി പാടിയിട്ട് നിർത്തുന്ന സമയത്ത് തിരുവൈക്കത്തപ്പ പദനി സഗരി സരി നീ സാ എന്ന് വരും. തിരുവൈക്കത്തപ്പ ഇത്രയുമാണ് ഈ പാട്ടിൻ്റെ നൊട്ടേഷൻ വരുന്നത്. നല്ല സൈനസൈറ്റിസും തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ശ്രുതി പ്രോബ്ലം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഈ പാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്
പഠിക്കാൻ ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത്തരത്തിൽ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. അത് ശിവരാത്രിക്കൊക്കെ പാടാൻ പറ്റിയ ഒരു ഗാനമാണ്. വളരെ ഫീൽഫുള്ളായിട്ടുള്ള ഒരു ഗാനമാണ്. ഒറിജിനൽ കേട്ടിട്ട് നൊട്ടേഷനൂടെ ആവശ്യമുള്ളവർ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു മനോഹരമായ ഗാനത്തിൻ്റെ നൊട്ടേഷനുമായിട്ട് കാണാം. താങ്ക് യു.